യേശു സ്നാനമേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ ഒരു ശബ്ദം മുഴങ്ങി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവർ മൂവരും സമ്മേളിച്ച സമ്മേളനമായ സ്നാനം. സ്നാനത്തെക്കുറിച്ച് എത്ര പേർക്കറിയാം? യേശുവിനോട് ചേരുവാനാണ് സ്നാനമേൽക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16 അതിൻ്റെ 16 വാക്യം മുതൽ വായിക്കുമ്പോൾ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കും. സ്നാനപ്പെടണം, യേശുവിനോട് ചേരണം. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ യേശുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചെടുക്കുകയും പുതിയ മനുഷ്യനായി യേശുവിൽ ജീവിക്കുകയും ചെയ്യുന്നതാണ് ഉയർപ്പിൻ്റെ ശക്തിയിൽ ജീവിക്കുന്നതിൻ്റെ പ്രതീകമാണ് സ്നാനം. പഴയ മനുഷ്യനെ കുഴിച്ചിടുന്നു, അതാണ് വെള്ളത്തിൽ മുങ്ങുന്നത്. അപ്പോൾ മുങ്ങി ഉള്ള സ്നാനം റോമാലേഖനം 6 അത് പറയുന്നു. പുതിയ മനുഷ്യനായിട്ട് എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ അടക്കപ്പെടുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. യേശുവിനോടുകൂടി അടക്കപ്പെടുന്നു, യേശുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്നു. അതുകൊണ്ട് തളിച്ച സ്നാനം ശരിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനൊരു സ്നാനം ബൈബിളിലില്ല. ബൈബിളിൽ പറയുന്നത് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള. നിങ്ങൾ വിശ്വസിച്ചിട്ട് സ്നാനപ്പെടണം. വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പുതിയ നിയമസഭ എല്ലാം വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സ്നാനം എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. സ്നാനപ്പെട്ടേ മതിയാവും. രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെട്ടിരിക്കും. അതിന് ഉപദേശങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഉപദേശങ്ങൾ എത്ര പറഞ്ഞാലും സ്നാനപ്പെടണ്ട എന്ന് തീരുമാനിച്ച ഒരാളെ സ്നാനപ്പെടുത്താൻ ആർക്കും കഴിയില്ല. എന്നാൽ വിശ്വാസം വന്നാൽ നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കും. യേശു സ്നാനമേറ്റു പ്രാർത്ഥിച്ചു. സ്നാനപ്പെട്ട് ഉള്ള പ്രാർത്ഥനയിൽ അതിൻ്റെ വ്യത്യാസമുണ്ട്. നീണ്ട വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനു മുമ്പ് പ്രാർത്ഥിച്ചിരുന്നതാണ്. നാട് മുഴുവൻ നടന്ന് പ്രാർത്ഥിച്ച ആളാണ്. സ്നാനപ്പെട്ടതോടുകൂടി പ്രാർത്ഥനയുടെ രീതി മാറി. നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണ് സ്നാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നാനപ്പെട്ടവർക്ക് വലിയ പ്രാഗൽഭ്യമാണ്. സ്നാനപ്പെട്ടവർ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെന്ന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം മുട്ടി തുറന്നെടുക്കും. അതുപോലൊരു പ്രാഗൽഭ്യം ആർക്കുണ്ട്? വിശ്വാസ സ്നാനം സ്വീകരിച്ചവർക്കുണ്ട്. ഇത് വിശ്വാസ സ്നാനമാണ്. ഞാൻ യേശുവിനെ ജലത്തിൽ സാക്ഷീകരിക്കുന്നു എന്നാണ് മറ്റൊരർത്ഥം. അതായത് ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് ഈ പുറം ലോകത്തിന് ഒരാക്ഷനിലൂടെ കാണിച്ചു കൊടുക്കണം. ഞാൻ മരിച്ചതാണ്, ഞാൻ അടക്കപ്പെട്ടതാണ്, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ യേശുവിലാണ് ജീവിക്കുന്നത്. എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ കുഴിച്ചിട്ടു എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുന്നതാണ് സ്നാനം. ആ ഒരു സ്നാനത്തിലേക്ക് വന്നവർക്കായി സ്തോത്രം. അല്ലാത്തവർ ഉടനെ യേശുവിനെ ജലത്തിൽ സാക്ഷീകരിക്കണം. വാഗൊണ്ടുള്ള സാക്ഷീകരണം പോലെ തന്നെ പ്രവൃത്തി കൊണ്ട്, സ്നാനം കൊണ്ടും യേശുവിനെ സാക്ഷീകരിക്കാൻ കഴിയും. ലോകം അറിയട്ടെ ഞാൻ യേശുവിൻ്റേതാണെന്ന്. യേശുവിൻ്റേതാണ് ഞാനെന്ന് കാണിക്കുവാൻ ആകാശവും ഭൂമിയും സാക്ഷി നിൽക്കുമ്പോൾ നമുക്ക് സ്നാനപ്പെടണം. ആകാശം അത് കാണണം. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുടങ്ങുന്നത്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. അതേ ആകാശവും ഭൂമിയും, ആ കാര്യം കേട്ട് ജീവിച്ച ഭൂമിയും ആകാശവും നമ്മെക്കുറിച്ച് ഇങ്ങനെ പറയും, മനുഷ്യരാര് മത്സരിച്ചാലും ഇന്ന വീട്ടിൽ ഇന്നയാൾ കർത്താവിനെ വെള്ളത്തിൽ സാക്ഷീകരിച്ചതാണ്, ഇന്നയാൾ കർത്താവിൻ്റെ വഴിയിൽ നടന്നതാണ്. ആകാശവും ഭൂമിയും നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയും. അതാണ് ഏറ്റവും വലിയ കാര്യമാണ് സ്നാനം. യേശുവിനോട് ചേർന്നുള്ള ഈ സ്നാനത്തിലേക്ക് കർത്താവ് എല്ലാവരെയും നടത്തട്ടെ. പുതിയ അനുഭവമുള്ളവരാകട്ടെ. നമുക്ക് പാടി യേശുവിനെ ആരാധിക്കാം. പ്രിയനേ
യേശുവേ രക്ഷകാ, എൻ പ്രിയനേ യേശുവേ രക്ഷകാ, നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്കന്നേ, നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്കന്നേ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എൻ ഹൃദയം, എൻ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ, എൻ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ, വെണ്മയാ തീരട്ടെ, എന്റേതാമെല്ലാം വെണ്മയാ തീരട്ടെ, എന്റേതാമെല്ലാം. യേശുവേ, ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. യേശുവേ, ഞങ്ങളൊന്ന് ശുദ്ധി ചെയ്യണം കർത്താവ്. ഒരു പൊന്നിനും ഒരു മുത്തിനും സ്വയമായി ശുദ്ധി ചെയ്യാൻ കഴിയില്ല. തട്ടാൻ അതിനെ ശുദ്ധി ചെയ്തെടുക്കുന്നത് പോലെ വിലയേറിയതായി ഒരു കീടവുമില്ലാതെ വരുന്നത് വരെ അഗ്നിയിൽ ശോധന ചെയ്ത് ഞങ്ങളൊന്ന് പുറത്തെടുക്കണമേ കർത്താവ്. ഞങ്ങളുടേതെല്ലാം വെണ്മയായി തീരട്ടെ കർത്താവേ. ഞങ്ങളെ മുഴുവനും സർവസ്വവും അങ്ങയുടെ അഗ്നി കൊണ്ടൊന്ന് കത്തിക്കണമേ കർത്താവേ. വെണ്മയായി തീരട്ടെ, എന്റേതാമെല്ലാം വെണ്മയാ തീരട്ടെ, എന്റേതാമെല്ലാം
വെണ്മയാ തീരട്ടെ എന്റേതാമെല്ലാം മുഴുവനും യേശുവേ. വെണ്മയാ തീരട്ടെ എന്റേതാമെല്ലാം. ഓ കർത്താവേ, അങ്ങ് എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അങ്ങ് എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, ഓ കർത്താവേ, അങ്ങ് എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. യെശയ്യാപ്രവചനം 53-10 വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. അതെങ്ങനെയാണ്? എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ അകൃത്യമായ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. എന്തുകൊണ്ട്? യേശുവിനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ഈ കാര്യം ധ്യാനിക്കണം. എന്നെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം തൻ്റെ മകനെ പകരം തകർത്ത് കളഞ്ഞു. അത്രയും തന്നെ, അത്ര ലളിതമാണത്. എന്നെ തകർക്കേണ്ട സ്ഥാനത്ത് എൻ്റെ യേശുവിനെ തകർത്തു. എന്തുകൊണ്ടാണ് നാം യേശുവിനെ ആരാധിക്കുന്നത്? എന്തുകൊണ്ടാണ് യേശുവിനെ നാം സ്നേഹിക്കുന്നത്? വാസ്തവത്തിൽ ഈ സത്യങ്ങൾ അറിയുന്നവർ യേശുവിനെ സ്നേഹിക്കും. സ്നേഹിക്കുന്നവരാരാധിക്കുന്നതും യേശുവിനോടുള്ള ബഹുമാനമുള്ളവർ ആരാധിക്കുന്നതും രണ്ടും രണ്ടാണ്. യേശു പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കൊടുത്തു. അവരാരാധിക്കുന്നതും യേശുവിനെ സ്നേഹിക്കുന്നവരാരാധിക്കുന്നതും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് പത്രോസിനോട് കർത്താവ് ചോദിച്ചത്, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, നിനക്കത് അറിയാമെന്ന് യേശുവിനോട് പത്രോസ് പറഞ്ഞു. കാരണം പത്രോസിനെ ഇപ്പോൾ പത്രോസാക്കി മാറ്റുന്നത് യേശുവാണ്. അവൻ ശീമോനായിരുന്നു, മഹാപാപിയായിരുന്നു, തള്ളിപ്പറഞ്ഞവനായിരുന്നു. ഇപ്പൊ നമ്പർ 1 ആക്കി മാറ്റാൻ പോവുകയാണ്. നീ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടും. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇത്രയും വലിയ ദൗത്യം ചെയ്യാൻ നീ എന്നെ സ്നേഹിക്കുന്നുവോ? യെശയ്യാവ് 53 വായിക്കുന്ന, ധ്യാനിക്കുന്ന ഒരു വ്യക്തി യേശുവിനെ സ്നേഹിച്ചിരിക്കും. കാരണം കർത്താവേ, നീ എനിക്ക് ഒന്നും തരണ്ട, നീ എനിക്ക് നിത്യജീവൻ തന്നല്ലോ. നീ തകർക്കപ്പെട്ടല്ലോ, ഞാൻ തകർന്നു പോകേണ്ട സ്ഥാനത്ത് നീ തകർന്നല്ലോ. എനിക്ക് പകരം നീ തകർന്നു പോയല്ലോ. എത്ര വലിയ ഒരു സന്തോഷം! എത്രയധികം നാം യേശുവിനെ സ്നേഹിക്കണം. പത്രോസിനത് മനസ്സിലായി. ഞാൻ ഇവരിൽ അധികമായി ഞാൻ യേശുവിനെ സ്നേഹിക്കും.
സ്നേഹിക്കുന്നവൻ്റെ ആരാധന വേറെയാ. അവൻ പരിസരം നോക്കില്ല, ഇടം വലം നോക്കില്ല. അതായിരുന്നു ദാവീദിൻ്റെ ആരാധന. ഇടം വലം നോക്കി നിൽക്കുന്ന കുറേ പേരുണ്ട്. അവരുടെ ജീവിതകാലത്ത് അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല. കാരണം അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. ഒരു സ്ത്രീ ഒരു കൽഭരണീയമായിട്ട് ഒരു ശീമോൻ്റെ വീട്ടിൽ വന്ന് യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നു. കണ്ണുനീര് കൊണ്ട് പാദം കഴുകി തലമുടി കൊണ്ട് തുടച്ച് തുരുതുര പാദത്തിൽ ചുംബിച്ചു കൊണ്ടിരിക്കും. വിമർശിക്കാൻ അവിടെ ഒത്തിരി പേരുണ്ട്. ഇവൾ ആരെയും നോക്കുന്നില്ല, ഇവൾക്കാരും ഒരു വിഷയമല്ല. അവൾ ഒറ്റക്കാരി, ആ പാദം മാത്രം നോക്കുന്നുള്ളൂ. അവിടെ ആരെന്തെല്ലാം എന്നെ നോക്കുന്നുണ്ടോ, അവരെന്നെ കണ്ണുപിടിച്ച് കാണിക്കുന്നുണ്ടോ, അവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്രോസൊക്കെ ഒരവസരം കിട്ടിയ ആ പെങ്കൊച്ചിനെ വലിച്ച് വെളിയിൽ കൊണ്ടുപോയി കളയാൻ വരെ പദ്ധതി ഇട്ടിരിക്കുകയാണ്. അവൾ ഇതൊന്നും വിഷയമാക്കുന്നില്ല, അവൾ ആരെയും ശ്രദ്ധിക്കുന്നില്ല. കാരണം അധികം മോചിച്ച് കിട്ടിയവൾ അധികം സ്നേഹിക്കുന്നു. അധികം സ്നേഹിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അധികം മോചിച്ച് കിട്ടിയിട്ടില്ല, ഇപ്പോഴും പാപത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. രക്ഷിക്കപ്പെട്ടെന്നുള്ള പേരേ ഉള്ളൂ, പാപത്തിൽ ജീവിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട പാപി എന്ന് വേണമെങ്കിൽ പറയാം. യേശുവിനെ അറിഞ്ഞിട്ടും ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുന്നില്ല. യേശുവിനെ ദൈവമായിട്ട് ആരാധിക്കുന്നില്ല. യേശുവിനെ ദൈവമാണ്, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവനാണെന്നുള്ള ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരാധന ഇടം വലം നോക്കാത്തതാണ്. സങ്കടമെന്ന് പറഞ്ഞാൽ ഇടം വലം നോക്കുന്നൊരു സമൂഹം പിശാച് പണിതുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തികളെ കാണിച്ചു കൊടുക്കും. ഈ വ്യക്തി നിന്നെ ആക്ഷേപിക്കും, മീറ്റിംഗ് കഴിഞ്ഞാൽ നിന്നെ ചോദ്യം ചെയ്യും. അങ്ങനെ മീറ്റിംഗ് കഴിയുമ്പോൾ ആരാധിക്കുന്നവരെ ചോദ്യം ചെയ്യുന്ന കുറേ പരീശന്മാരുമുണ്ട്. എല്ലായിടത്തും കണ്ണുരുട്ടി കാണിക്കുന്നവരുണ്ട്. ഇവരൊന്നും ദൈവത്തിന് കൊള്ളാകുന്നവരല്ല. അധികം മോചിച്ച് കിട്ടിയവർ ഇടം വലം നോക്കില്ല. ആ സ്ത്രീയെ പോലെ യേശു പറഞ്ഞു, ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അധികം മോചിച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു, അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ആരാധന. ഒന്നുകൂടി പറയാം, സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ആരാധന. ഇനിയുള്ള നാളുകളിൽ യേശുവിനെ എന്തിനാരാധിക്കണം? അവൻ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. എന്തിന് പിതാവിനെ ആരാധിക്കണം? എൻ്റെ യേശുവിനെ തകർക്കുവാൻ എൻ്റെ പിതാവിന് ഇഷ്ടം തോന്നി. കാരണം എൻ്റെ പിതാവ് ഞാൻ നശിച്ചു പോകാതിരിപ്പാൻ എന്നെ സ്നേഹിച്ചു. തൻ്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതിരിക്കാൻ എനിക്ക് പകരം പുത്രനെ തകർക്കാൻ മനസ്സ് വെച്ച ഒരു നല്ല പിതാവിനെ ഞാൻ ഇടം വലം നോക്കാതെ ആരാധിക്കും. ഈ 2024 യേശുവിനെ ആരാധിക്കാൻ ഞാനും നിങ്ങൾ തയ്യാറാണോ? അതാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ആരാധിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അത് ബൈബിളിൻ്റെ തത്വമാണ്. എന്നാൽ പിശാച് പറയും, അന്യാരാധനകൾ ചെയ്തോ, സത്യാരാധനയിലേക്ക് വരരുത്. ആ ശമരിയക്കാരി പറയാണ്, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയെക്കുറിച്ച് അവൾക്ക് പറയാനുള്ളത്. എന്നാൽ യേശു പറഞ്ഞു, ആ നാഴിക വരുന്നു, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. യെശയ്യാവ് 53:10 വാക്യത്തിൽ അവനെ തകർത്ത് കളയാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. രണ്ടാമത്തെ കാര്യം, ദൈവം അവനെ കഷ്ടം വരുത്തി. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൽ കഷ്ടം ഇല്ലായിരുന്നു. ഒന്ന്, യേശുവിനെ തകർക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. ദൈവപുത്രനാണ്. എന്നാൽ ദൈവത്തിന് മാത്രമേ ദൈവപുത്രനെ തകർക്കാൻ കഴിയൂ. പിശാചിന് തകർക്കാൻ കഴിയില്ല, പുരോഹിതന്മാർക്ക് തകർക്കാൻ കഴിയില്ല, പീലാത്തോസിൻ്റെ അധികാരത്തിന് തകർക്കാൻ കഴിയില്ല. ദൈവം തകർത്ത് കളഞ്ഞു. അതാണ് അതിൻ്റെ സത്യം. പിശാചിന് എങ്ങനെയാണ് ദൈവപുത്രനെ തകർക്കാൻ കഴിയുന്നത്? ഗദസമന തോട്ടത്തിൽ യേശുവിനെ പിടിക്കാൻ വരുന്ന സമയത്ത് യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെ തിരയുന്നു?
നസറേനായ യേശുവിനെ. ഞാൻ ആകുന്നു ഒറ്റ വാക്ക്. വന്ന പട്ടാളം മുഴുവൻ തെറിച്ച് താഴെ കിടക്കുന്നു. രാത്രിയാണെന്ന് ഓർക്കണം. അവരുടെ കയ്യിലുള്ള തീ, പന്തം, വാള്, പരിച എല്ലാമായിട്ട് ആ കാട്ടിൽ ഒറ്റ വീഴ്ചയാണ്. അവിടെ നിന്ന് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് അവർ വീണ്ടും എഴുന്നേറ്റു. നിങ്ങളാരെ തിരയുന്നു? അപ്പോഴേ അവർ ചാടി എഴുന്നേറ്റു, നസറേനായ യേശുവിനെ. ആ സമയത്ത് യേശു അത്രയും അധികാരത്തോടെ പറഞ്ഞില്ല. ഞാനാണെന്ന് പറഞ്ഞില്ലേ, അവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് യേശുവിനെ പിടിക്കാൻ പറ്റുക. യേശുവിനെ പിടിക്കാൻ ആർക്കും കഴിയില്ല. കാരണം ആദിയിൽ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന വചനമാണ്. വചനത്തെ പിടിക്കാൻ ആർക്കും കഴിയില്ല. വചനത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എനിക്ക് വേണ്ടി യേശുവിനെ തകർക്കാൻ പിശാചിനോ പുരോഹിതന്മാർക്കോ നാടുവാഴികൾക്കോ രാജാക്കന്മാർക്കോ കഴിയില്ല. കാരണം അവനിൽ തകർച്ചയില്ല. അവൻ പൂർണ്ണ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയുമാണ്. ദൈവത്തിന് മാത്രമേ തകർക്കാൻ കഴിയൂ. 2, ദൈവം അവന് കഷ്ടം വരുത്തി. അടുത്ത വാക്യം അതാണ്. അവന് കഷ്ടം വരുത്തി. അതായത് യേശുവിൽ കഷ്ടമില്ല, വരുത്തിയതാണ്. കാരണം സ്വർഗത്തിൽ കഷ്ടമില്ല, യേശുവിൽ കഷ്ടമില്ല. ദൈവം അനുവദിച്ചതാണ്. എന്തിനാ? അവൻ്റെ ദാരിദ്ര്യത്താൽ, അവൻ്റെ കഷ്ടത്താൽ നമ്മൾ വിടുതൽ പ്രാപിക്കേണ്ടതിന്. നമ്മൾ നിമിത്തം അവൻ കഷ്ടത്തിലായി. ദൈവം വരുത്തി. അവന് കഷ്ടം വരുത്തി എന്ന വാക്കാണ് അവിടെ. വരുത്തി, വിളിച്ചു വരുത്തി. യേശുവിൽ കഷ്ടമില്ലായിരുന്നു, യേശുവിൽ തകർച്ചയില്ലായിരുന്നു. തകർച്ചയില്ലാത്തവൻ, കഷ്ടമില്ലാത്തവൻ, രോഗമില്ലാത്തവൻ, ശാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി ശാപമായി, നമുക്ക് വേണ്ടി പാപമായി. ചെറിയ കാര്യമല്ല. കഷ്ടം വരുത്തി, വിളിച്ചു വരുത്തി കഷ്ടത്തെ. നമ്മൾ അനുഗ്രഹത്തെ വിളിച്ചു വരുത്തുകയാണ് ഇപ്പോൾ. എന്താണ്? ദൈവം പുത്രന് കഷ്ടം വിളിച്ചു വരുത്തിയത് കൊണ്ട് ആ ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന നമുക്ക് ഇപ്പോൾ ഇല്ലാത്ത അനുഗ്രഹത്തെ വിളിച്ചു വരുത്താം. ഈ 2024 ഞാൻ അനുഗ്രഹത്തെ വിളിച്ചു വരുത്തുന്നു, നന്മകളെ വിളിച്ചു വരുത്തുന്നു, സമ്പത്തിനെ വിളിച്ചു വരുത്തുന്നു, ആരോഗ്യത്തെ വിളിച്ചു വരുത്തുന്നു. കാരണം ദൈവം പുത്രനെ കഷ്ടം വരുത്തി എനിക്ക് വേണ്ടി. ഞാൻ കഷ്ടപ്പെടേണ്ട സ്ഥാനത്ത്, ഞാൻ തകരേണ്ട സ്ഥാനത്ത്, ഞാൻ നശിക്കേണ്ട സ്ഥാനത്ത് ദൈവപുത്രൻ ഇതെല്ലാം അനുഭവിക്കുവാൻ ദൈവം എല്ലാം അവൻ്റെ മേൽ ചുമത്തി, വിളിച്ചു വരുത്തി. എവിടെ നിന്ന് വിളിച്ചു? കഷ്ടം. എൻ്റെ മേലുണ്ടായിരുന്ന കഷ്ടത്തെ വിളിച്ച് യേശുവിൻ്റെ മേലാക്കി. നിങ്ങളുടെ മേലുണ്ടായിരുന്ന കഷ്ടത്തെ വിളിച്ച് യേശുവിൻ്റെ മേലാക്കി. അതിൻ്റെ അർത്ഥം യേശുവിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും കഷ്ടങ്ങളിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്ന രോഗത്തെ യേശു ദൈവം വിളിച്ച് പുത്രൻ്റെ മേലാക്കി. എൻ്റെ മേലും നിങ്ങളുടെ മേലും ഉണ്ടായിരുന്ന ശാപത്തെ ദൈവം വിളിച്ച് യേശുവിൻ്റെ മേലാക്കി. മുഴുവനും യേശുവിൻ്റെ മേൽ ചുമത്തി. അതിൻ്റെ അർത്ഥം ഇന്ന് നമ്മുടെ മേൽ, യേശുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ മേൽ ആ കഷ്ടമില്ല, രോഗമില്ല, ബന്ധനമില്ല, ശാപമില്ല. മുഴു ലോകത്തിൻ്റെ മുഴുവൻ ഭാരങ്ങളും പാപവും ശാപവും കഷ്ടവും നിന്നയും മുഴുവനും യേശുവിൻ്റെ മേൽ കുമിഞ്ഞുകൂടി. യേശു അത് മുഴുവനും ശിരസാലേറ്റു. അവൻ്റെ തലയിൽ മുൾക്കിരീടം ഇരിക്കുന്നു. എന്താണ്? മുഴുവൻ ഏറ്റെടുത്തതിൻ്റെ ഒരടയാളമായി. സ്വർഗീയ കിരീടമുണ്ടായിരുന്നവൻ രാജാവ് മുൾക്കിരീടം ധരിച്ചു. നമുക്ക് സ്വർഗീയ കിരീടം ലഭിക്കേണ്ടതിന് നാം കിരീടധാരികളായി ഈ ഭൂമിയിലും സ്വർഗത്തിലും വാഴേണ്ടതിന് അവൻ നാം നിമിത്തം ഈ വേദനകൾ സഹിച്ചു, കഷ്ടം വരുത്തി. അടുത്തത്, അവൻ്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അതായത്
അവനൊരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണും. അതായത് ദൈവം മുഖം മറച്ചു കളഞ്ഞു ക്രൂശിൽ. എന്നാൽ ഇത് കഴിഞ്ഞിട്ട്, അകൃത്യയാഗം കഴിഞ്ഞ ശേഷമാണ് ദൈവം സന്തതിയെ കണ്ടത്. അങ്ങനെ മരിച്ചവരിൽ നിന്ന് പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദീർഘായുസിലേക്ക്, എല്ലാ നാമത്തിലും മേലായ നാമമുള്ളവനായി യേശു തീരുവാൻ ഇടയായി തീർന്നു. ചില വാക്യങ്ങൾ കൂടി അതിൻ്റെ താഴെയുണ്ട്. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെ നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് അവനെ മഹാന്മാരുടെ കൂടെ ഓഹരി കൊടുക്കും. ബലവാന്മാരുടെ കൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. വിശദീകരിക്കാൻ സമയമില്ല. 53 യെശയ്യാവ് ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കുക. ധ്യാനിച്ചാലും തീരാത്ത ഒന്നാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത്. ഈ കഴിഞ്ഞ ആഴ്ചകളിലും ഈ ആഴ്ചയിലുമുള്ള ഈ ധ്യാനം പല ആവർത്തി നിങ്ങൾ ധ്യാനിച്ചു നോക്ക്. നിങ്ങൾ പുതിയൊരു തുടക്കം കുറിക്കും. നിങ്ങളുടെ ജീവിതം അത്ഭുതമാകും. യേശു എനിക്ക് വേണ്ടി സകലതും നിവർത്തിയാക്കി. ആ നിവർത്തിയാക്കി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മളെല്ലാവരും സ്വതന്ത്രരാണ്, സൗഖ്യമുള്ളവരാണ്, പുതിയ സൃഷ്ടികളാണ്, നിത്യജീവനുള്ളവരാണ്, രാജാക്കന്മാരാണ്, പുരോഹിതന്മാരാണ്. ഈ നന്മകളെല്ലാം യേശുവിലൂടെ നമുക്ക് വിളിച്ചു വരുത്തപ്പെട്ടു. ഈ അനുഗ്രഹങ്ങളുടെ അവകാശികളായി മാറിയതിൻ്റെ കാരണം അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വന്നതിനായി നന്ദി. പിതാവേ, സ്വപുത്രനെ ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് തകർക്കാൻ ഏൽപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്ന് ഈ ഭൂമിയിൽ ഏറ്റവും മാന്യമായ ഒരു ജീവിതം നയിപ്പാൻ വിശുദ്ധരെന്ന പദവിയിലേക്ക് ഞങ്ങളെ കുതിച്ചുയരുമാറാക്കിയ നിത്യതയുടെ തുറമുഖത്ത് യേശുവിനെ പോലെ അവകാശിയാക്കി ഞങ്ങളെയും മാറ്റിയതിനായി നന്ദി. സ്വർഗം ഞങ്ങളെ സ്വന്തമാക്കിയതിനായി നന്ദി. ഈ ഭൂമിക്കപ്പുറമുള്ള ഒരു ജീവിതത്തിനായി, നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കിയതിനായി നന്ദി. യെശയ്യാവ് 53 ഞങ്ങൾക്ക് തന്നതിനായി നന്ദി. യേശുവിനെ ഈ ഭൂമിയിലേക്ക് ഞങ്ങൾക്കായി തന്നതിനായി നന്ദി. 800 കോടി ജനങ്ങൾക്കും ഈ സത്യത്തിൻ്റെ പരിജ്ഞാനം വരുത്തുവാൻ പ്രൈസ് ജനറേഷൻ ചർച്ചിൻ്റെ മീഡിയയിലൂടെ ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന കാരണമാക്കണമേ. ഇനിയും അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അങ്ങയുടെ കൃപകളെ ധ്യാനിക്കുവാനും ഞങ്ങളെ ഉപയോഗിക്കണം. മീഡിയയെ അനുഗ്രഹിക്കുന്നു, ഞങ്ങളെ സഹായിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ കർത്താവിനെ ഭൂമിയുടെ അറ്റത്തോളം നമുക്ക് പ്രസിദ്ധമാക്കാം. ഞങ്ങളുടെ ഒപ്പം ഈ മീഡിയയ്ക്ക് വേണ്ടി കൈത്താങ്ങൽ തരാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ അറിയിക്കണം. വരിക, നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. ഗോഡ് ബ്ലസ് യു. ഞായറാഴ്ച നാളെ രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 8 മണിക്കുണ്ട്. സൂമിലൂടെ പങ്കെടുക്കാൻ ദൂരെയുള്ളവർക്ക് അങ്ങനെ പങ്കെടുക്കാം. അല്ലാത്തവരെല്ലാവരും തന്നെ സഭായോഗത്തിൽ, ഒരു സഭായോഗം പോലും ഈ വർഷം ഉപേക്ഷയായി വിചാരിക്കരുത്. വരിക, നമുക്ക് യേശുവിനെ ആരാധിക്കാം. ഗോഡ് ബ്ലസ് യു.